നമസ്കാരം, ഞാൻ മറിയ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. തീരുന്നില്ല, തീരുകയുമില്ല. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ VS മത്സരിക്കണമോ എന്ന കാര്യത്തിൽ വീണ്ടും അനിശ്ചിതത്വം. VS അച്യുതാനന്ദൻ സ്ഥാനാർത്ഥിയാകണമെന്ന് സീതാറാം യെച്ചൂരി. നിലപാട് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ. അതേസമയം യെച്ചൂരിയുടെ നിർദ്ദേശത്തിന് വിരുദ്ധമായി തിരഞ്ഞെടുപ്പിൽ നിന്ന് VS മാറി നിൽക്കണമെന്ന് സംസ്ഥാന നേതൃത്വം. വിഷയത്തിൽ സെക്രട്ടേറിയറ്റ് തല ചർച്ച തുടരുന്നു. പാർട്ടിക്ക് അനുകൂല അന്തരീക്ഷമുണ്ടെന്ന് വിലയിരുത്തപ്പെടുന്ന തിരഞ്ഞെടുപ്പിൽ വിഭാഗീയ സ്വരം ഉയർത്തുന്നതിൽ PB നേതൃത്വത്തിന് നീരസം. അതേസമയം സ്ഥാനാർത്ഥിത്വ വിഷയത്തിൽ തീരുമാനത്തിനുള്ള അധികാരം സംസ്ഥാന നേതൃത്വത്തിനെന്ന് വാദം. അന്തിമ തീരുമാനം PB നിർദ്ദേശങ്ങൾക്ക് വിധേയം. താൻ മത്സരിക്കുന്നതിൽ പാർട്ടിയിൽ തർക്കമുണ്ടെങ്കിൽ മാറി നിൽക്കാൻ സന്നദ്ധമെന്ന് VS കേന്ദ്ര ഘടകത്തെ അറിയിച്ചത് കഴിഞ്ഞ ദിവസം. VSന്റെ വിരമിക്കൽ പാർട്ടിക്ക് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലിൽ ഇനി PBയുടെ നേരിട്ടുള്ള ഇടപെടൽ. മാപ്പു പറഞ്ഞ് വീണ്ടും മന്ത്രി. കോടതിയലക്ഷ്യ കേസിൽ നിരുപാധികം മാപ്പു പറഞ്ഞ് മന്ത്രി KC ജോസഫ്. ഹൈക്കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ കോടതിയെ അവഹേളിക്കാൻ ശ്രമിച്ചിട്ടില്ലെന്ന് വിശദീകരണം. വിവാദ പോസ്റ്റ് നിമിഷങ്ങൾക്കകം പിൻവലിച്ചെന്നും മന്ത്രി. നടപടി ഇന്ന് കോടതിയിൽ ഹാജരാകാനിരിക്കെ. വിവാദ ഫേസ്ബുക്ക് പോസ്റ്റിൽ കേസെടുത്തതിനെ തുടർന്ന് മന്ത്രി നേരത്തെയും വിശദീകരണം നൽകിയിരുന്നു. അന്ന് കേസ് പരിഗണിക്കവെയാണ് നേരിട്ട് ഹാജരാകാൻ കോടതി ഉത്തരവിട്ടത്. ജസ്റ്റിസ് അലക്സാണ്ടർ തോമസിനെ വിമർശിച്ച് നടത്തിയ പരാമർശങ്ങളിൽ KC ജോസഫിനെതിരെ കോടതിയലക്ഷ്യ ഹർജി ഫയൽ ചെയ്തത് കഴിഞ്ഞ മാസം 2-ന് V ശിവൻകുട്ടി MLA നൽകിയ പരാതിയിൽ. തലയുയർത്തി യുവനിര. സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപനത്തിൽ പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി ചാർലിയും എന്ന് നിന്റെ മൊയ്തീനും. മികച്ച നടൻ ദുൽഖർ സൽമാൻ, നടി പാർവതി. സനൽകുമാർ ശശിധരൻ സംവിധാനം ചെയ്ത ഒഴിവു ദിവസത്തെ കളി മികച്ച സിനിമ. ചാർലി ഒരുക്കിയ മാർട്ടിൻ പ്രക്കാട്ട് മികച്ച സംവിധായകൻ. തിരക്കഥാകൃത്ത് ഉണ്ണിയാർ നായർ. RS വിമൽ സംവിധാനം നിർവഹിച്ച എന്ന് നിന്റെ മൊയ്തീൻ ജനപ്രിയ ചിത്രം. സംഗീത സംവിധായകൻ രമേശ് നാരായൺ. മികച്ച ഗായകനുള്ള പുരസ്കാരം P ജയചന്ദ്രനും ഗായികയ്ക്കുള്ള അവാർഡ് മധുശ്രീ നാരായണനും. ഛായാഗ്രാഹകൻ ജോമോൻ T ജോൺ. പത്തേമാരിയിലെ പശ്ചാത്തല സംഗീതത്തിന് ബിജിപാലിനും പുരസ്കാരം. മനോജ് ഖാന ഒരുക്കിയ അമീബ മികച്ച രണ്ടാമത്തെ ചിത്രം. നിർണായകത്തിലെ അഭിനയത്തിന് പ്രേംപ്രകാശിനും ബെന്നിലെ പ്രകടനത്തിന് അഞ്ജലി PVക്കും സ്വഭാവ നടനും നടിക്കുമുള്ള പുരസ്കാരം. ജയസൂര്യയ്ക്കും ജോയി മാത്യുവിനും ജോസഫ് ജോർജിനും പ്രത്യേക ജൂറി പരാമർശം. ഗൗരവ് G മേനോനും ജാനകി മേനോനും ബാലതാരങ്ങൾ. അവാർഡ് ബെന്നിലെയും മാൽഗുഡി ഡേയ്സിലെയും പ്രകടനത്തിന്. ജനത്തെ വലച്ച് ഇരട്ട സമരം. പൊതുജനത്തെ പെരുവഴിയിലാക്കി പെട്രോൾ പമ്പ് സമരവും വ്യാപാരി ഹർത്താലും. എണ്ണക്കമ്പനികൾ ലൈസൻസ് പുതുക്കി നൽകാത്തതിൽ പ്രതിഷേധിച്ച് ഉടമകൾ നടത്തുന്ന സമരത്തിൽ സംസ്ഥാനത്ത് അടഞ്ഞുകിടക്കുന്നത് 2000-ഓളം പമ്പുകൾ. വ്യാപാരി ഹർത്താൽ ഭാഗികം. സംസ്ഥാന വ്യാപകമായി കടകൾ അടച്ചിട്ട് വ്യാപാരി സംഘടനകൾ സമരം പ്രഖ്യാപിച്ചത് വിൽപ്പന നികുതി ഉദ്യോഗസ്ഥരുടെ നടപടികൾക്കെതിരെ. ആലപ്പുഴയിൽ വ്യാപാരി ആത്മഹത്യ ചെയ്ത സംഭവം സെയിൽസ് ടാക്സ് ഉദ്യോഗസ്ഥരുടെ പീഡനത്തെ തുടർന്നെന്ന് ആരോപണം. വിൽപ്പന നികുതി ഓഫീസുകളിലേക്ക് വ്യാപാരികളുടെ പ്രതിഷേധ പ്രകടനം. പമ്പ് ഉടമകളുടെ സമരത്തിൽ വലഞ്ഞ വാഹന ഉടമകൾക്ക് ആശ്രയമായി എണ്ണ കമ്പനികൾ നേരിട്ട് നടത്തുന്ന വിൽപ്പന കേന്ദ്രങ്ങളും സർക്കാർ പമ്പും. തുറന്നിരിക്കുന്ന പമ്പുകളിൽ രാവിലെ മുതൽ വാഹന തിരക്ക്. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജ്വല്ലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.